നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ വല്ലപ്പോഴേ തമാശ പറയാറുള്ളൂ. അദ്ദേഹം വളരെ ഗൗരവക്കാരനാണ്. അദ്ദേഹം വളരെ കടുകട്ടി രാഷ്ട്രീയത്തിൻ്റെയും അക്രമം നടത്തിയാൽ അക്രമത്തിന് അക്രമം, തല്ലിന് തല്ല്, പല്ലിന് പല്ല്, നഖത്തിന് നഖം, 1-ന് 100, 10-ന് 10, 10-ന് 100, 100-ന് 1000 എന്ന കണക്കെ പകരം ഞങ്ങൾ ചോദിക്കും. ഈ ഒരു 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 വിപ്ലവ ലൈനിലുള്ള നേതാവാണ് അദ്ദേഹം. അല്ലാതെ എല്ലാവരോടും ചിരിച്ച് മിതവാദമൊക്കെ പറഞ്ഞ് തോളിൽ കൈയിട്ട് ഒരു ഉമ്മൻചാണ്ടി ശൈലിയൊന്നുമല്ല. പക്ഷേ ഇടയ്ക്ക് നല്ല തമാശ പറയും, നല്ല കട്ടയ്ക്ക് തമാശ പറയും. ഇന്ന് അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം 8:45 അട്ടിവെച്ചതുപോലെ എന്നൊരു പ്രയോഗം വലിയ വിവാദമായിട്ടുണ്ട്. അത് രേഖകളിൽ വയ്ക്കാൻ പാടില്ലെന്നാണ് വി ഡി സതീശൻ അവർ കത്ത് കൊടുത്തിരിക്കുന്നൊന്നുമല്ല, കൊടുക്കും എന്ന് പറയും. ഇപ്പോൾ കൊടുത്തു കാണും, രാവിലെ ഉച്ചയ്ക്ക് പറഞ്ഞ് കൊടുക്കുമെന്നാണ്. അതൊക്കെ പെട്ടെന്ന് നടക്കുന്നൊരു പ്രോസസ്സ് ആയതുകൊണ്ട് കത്ത് കൊടുത്തു കാണും. ഇന്നത്തെ രേഖകളിൽ മുഖ്യമന്ത്രിയുടെ വാദം പറയരുത്, 8:45 അട്ടിവെച്ചതുപോലെ എന്ന് മുഖ്യമന്ത്രി പറയാൻ കാരണം അസംബ്ലിയിൽ എല്ലാ സുരക്ഷിത സൗകര്യങ്ങളുമുള്ള സ്ഥലത്ത് വാച്ച് ആൻഡ് വാർഡ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ MLA-മാർക്കും മന്ത്രിമാർക്കാണല്ലോ ഫസ്റ്റ് പരിഗണന. അപ്പോൾ അവിടെ ആര് ചെന്ന് ബഹളം ഉണ്ടാക്കിയാലും ആരോഗ്യം പ്രശ്നമല്ല. ചെറിയ ആളിനും പൊക്കം കുറഞ്ഞ ആളിനും പൊക്കമില്ലാത്ത ആളിനും വണ്ണം കുറഞ്ഞ ആളിനും വണ്ണമുള്ള ആളിനും ആർക്കും വേണം ബഹളം ഉണ്ടാക്കാൻ. കാരണം അത് ബഹളം ഉണ്ടാക്കിയാൽ ചെറിയൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിൽ എന്ന് ബഹളം ഉണ്ടാക്കും, പെട്ടെന്ന് വാച്ച് ആൻഡ് വാർഡ് വരും, അങ്ങോട്ട് തള്ളും ഇങ്ങോട്ട് തള്ളും, പിന്നെ വാർത്ത വരും, അതൊക്കെ തീരും. അല്ലാതെ അവിടെ തല്ലും ഗുണ്ടായുസവും നടക്കത്തില്ലല്ലോ, കായിക ബലാബലം നടക്കില്ലല്ലോ. അതുകൊണ്ട് എണീറ്റിക്കാൻ വയ്യാത്ത ഒരുത്തൻ, എല്ലും തോലുമായിരിക്കുന്നവൻ, പൊക്കമില്ലാത്തവൻ, നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞല്ലേ, പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കുഞ്ഞൻ MLA, ഒരു കുഞ്ഞുണ്ണി പോയിരിക്കുകയാണ് വാച്ച് ആൻഡ് വാർഡിൻ്റെ അടുത്ത് അടിയുണ്ടാക്കാൻ. ഇയാൾക്ക് പൊക്കമെങ്കിലും ഉണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നാട്ടിൽ പിണറായിയിലുമൊക്കെ പറയുന്ന 8:45 അട്ടിവെച്ചതുപോലെ പൊക്കമില്ലാത്ത ഇയാൾ ഈ MLA എന്തിനാണങ്ങനെ വാച്ച് ആൻഡ് വാർഡിനെയും ഭേദിച്ചുകൊണ്ട് സ്പീക്കറുടെ ചേംബറിലേക്ക് കയറാൻ പോകുന്നത്? വല്ലതാ സാധിക്കോടെയാണ് എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഇത് പക്ഷേ ബോഡി ഷെയിമാണ്. ഇതൊരു സ്ത്രീയെയാണ് ചോദിച്ചിരുന്നെങ്കിൽ കഥ മാറുമായിരുന്നു. ഇവിടെ ഇത് കച്ചവടം ഒതുങ്ങിയാണ് CM-ൻ്റെ. പക്ഷേ ഇത് പുരുഷനോടായെക്കുറിച്ചായതുകൊണ്ട് അത്ര കുഴപ്പമില്ല. എന്തായാലും ബോഡി ഷെയിമിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബോഡി ഷെയിമിങ് വലിയ കേസാണ്. അത് കോടതി പോയാലും വലിയ വിധിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ചിന്തിക്കേ വേണ്ട, അകത്ത് തന്നെ അദ്ദേഹം ആരായാലും, മുഖ്യമന്ത്രിയല്ല ആരായാലും. പക്ഷേ ഇത് പുരുഷനായതുകൊണ്ട് അത്ര അകത്താവില്ല, എന്നാലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, പ്രതിപക്ഷം സമ്മതിക്കത്തില്ല. അങ്ങനെ ബോഡി ഷെയിമിങ്ങിൻ്റെ പുതിയ കഥകളുമായി 8:45 അട്ടിവെച്ചതുപോലെ എന്നുള്ള പുതിയൊരു നല്ല പ്രയോഗം, വേറെ നല്ല പേരിലാണ് മുഖ്യമന്ത്രി അറിയപ്പെടുന്നതെങ്കിൽ ഇനി കേരളത്തിലെ കൊച്ചു പിള്ളേരെല്ലാം ഷോർട്സ് ചെയ്യുന്നതും റീൽസ് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും ഫേസ്ബുക്ക് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ അവർ സെൽഫി എടുക്കുന്നതുമെല്ലാം 8:45 അട്ടിവെച്ചുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ എന്തെല്ലാം 8:45 എടുത്ത് അട്ടിവെക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും വളരെ രസകരമായ ഒരു ബോഡി ഷേമിംഗ് വാർത്ത അസംബ്ലിയിൽ നിന്ന് വരുന്നു. എന്തെല്ലാം കാണണം. കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റ് ഷൂ എടുത്തെറിയുന്നു സുപ്രീം കോടതിയിൽ. ഇവിടെ നേരത്തെ പലതും കണ്ട അസംബ്ലിയാണ്, അതുകൊണ്ട് പിന്നെ കേരള അസംബ്ലിക്ക് ഇതൊന്നും പുതുമയല്ല. അവിടെ ഇങ്ങനെ കലാനിലയത്തിൻ്റെ സർക്കസ് പോലെ എല്ലാം നടക്കുന്നൊരു സ്ഥലമാണ്. എന്തായാലും ഇപ്പോൾ പുതിയൊരു വാക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നു. ബോഡി ഷെയ്മിങ് നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ള വാദം വന്നിരിക്കുന്നു. ഇനി ഇത് രേഖകളിൽ കാണുമോ? രേഖയിൽ നിന്ന് മാറ്റിയാൽ പിന്നെ രേഖയിൽ എന്തെഴുതും എന്നുള്ളതാണ് അടുത്ത ചോദ്യം.